मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എഡ്യൂക്കേഷൻ ടൂറിന് സ്കൂളിൽ നിന്നും നമ്മളെ വണ്ടർ ഐലാൻഡിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു പറയുന്നു. വൺ വേർഡിൽ പറയണമെങ്കിൽ ഇതിൽ വളരെ എക്സൈറ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഫ്ലൈറ്റിൽ പറക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ശരിക്കും ഇത് വളരെ എക്സൈറ്റിംഗ് ന്യൂസ് ആണ്. ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ കാൻഡി കഴിക്കാൻ പോവുകയാ. വേഗം വാ, എനിക്ക് പ്ലെയിനിൽ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കണം. ഒരുപക്ഷെ മറ്റുള്ളവർ ആരെങ്കിലും ഇരുന്ന അവരെ പുറകോട്ടയക്കണം. എണ്ണ തേച്ച് മണ്ണിൽ കിടന്നുരുണ്ടാലും ടോണി ബോസിന് കിട്ടേണ്ടതേ കിട്ടുകയുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്കൂട്ടുണ്ടുണ. പറയൂ ബ്രദർ ജുൻജുന. വളരെ സൂക്ഷിച്ച് പ്ലേ ചെയ്യണം. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ഫ്ലോപ്പ് ആയി പോവും. നീ വിഷമിക്കണ്ട ചുൻജുന ബായ്. നമ്മുടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരെങ്കിലും പിടിക്കേ. എന്താടോ തനിക്ക് കണ്ണു കാണില്ലേ? വന്ന് ഇടിച്ചു വീഴ്ത്തിയിട്ട് ധിക്കാരം പറയുന്നോടാ ചക്ക. എന്റെ പഞ്ച് എന്താണെന്ന് ഇപ്പൊ നീ അറിയും. നിന്റെ കളിയൊന്നും ഈ ടോണിയോട് വേണ്ട. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ടോണിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇതാ നിങ്ങളുടെ ഗിറ്റാർ. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് യു. ഒരു പക്ഷേ ഗിറ്റാർ പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയി പോയേനെ. പ്ലാനോ? എന്ത് പ്ലാൻ? നിങ്ങളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യാനുള്ള പ്ലാനാണ്. എന്താ ശരിയല്ലേ ടൂൺടൂണ? അതാണോ നമ്മുടെ പ്ലാൻ? ഞാൻ വിചാരിച്ചത് നമ്മുടെ എയർപ്ലെയിനിനെ. അത് ശരിയാ. നീ എന്താ അത് പെട്ടെന്ന് മറന്നു പോകുന്ന ടൂൺടൂണ? പ്ലെയിനകത്ത് നമുക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ചെയ്യേണ്ടതാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വെയിറ്റ് ചെയ്യുന്നതാണ്. സൂപ്പർ പ്രോഗ്രാം ആയിരിക്കും അത്. ജനങ്ങൾ പേടിച്ച് വിരളുന്നതായിരിക്കും. അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ട് പേടിച്ച് വിറയ്ക്കും. എന്തോ വിപരീതം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എന്റെ ഉൾമനസ് എന്നോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഗിത്താർ പൊട്ടിപ്പോയിരുന്നെങ്കിൽ അതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ഗണ്ണ് എല്ലാവരും കണ്ടേനെ. ചേടാ, ഒന്നും പ്രശ്നമില്ലെന്നേ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗണ്ണ് യൂസ് ചെയ്ത് ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്തേക്കാം. നീ എന്താ ഈ കാണിക്കുന്നത്? അതാദ്യം ലോക്ക് ചെയ്ത് വെക്ക്. ആരും അത് കാണരുത്. ടോണി ബോസ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അത് മാത്രല്ല, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും മണ്ടനാണെങ്കിൽ ടോണി ബോസ് പേടിത്തൊണ്ടനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യാൻ പോവുകയാണ്. രാഗം, താളം, പല്ലവി, ഗ്രാൻഡ് അപ്ലോസ് നൽകൂ. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അങ്കിള് വായിക്കുന്ന മ്യൂസിക് ഇല്ലേ, അത് വൺ വേർഡിൽ പറയണമെങ്കിൽ അപസ്വരമാണ്. ഇത് മ്യൂസിക് അല്ല, ഡിസ്റ്റർബൻസാ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. കൊള്ളാം കൊള്ളാം, അടിപൊളി. കാര്യമായിട്ട് പറയാണോ? അല്ല, പക്ഷെ അവർ എത്ര കഷ്ടപ്പെട്ടാ മ്യൂസിക് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മളത് മോശമാണെന്ന് പറയുകയാണെങ്കിൽ അതവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പോലെയാവില്ലേ? എന്താ, ശരിയല്ലേ? കൊള്ളാം, അടിപൊളി. ശരിക്കും നിങ്ങൾ കലക്കി മറിച്ചിരിക്കുക. കാര്യായിട്ടാണോ? അല്ല, മഹാമോശം. എവിടുന്ന എത്ര വൃത്തികെട്ട മ്യൂസിക് കൊണ്ടുവന്നിരിക്കുന്നേ? വീണ്ടും ഇതുപോലെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലോണം ഓർമ്മിച്ചോ, ഈ ടോണിയോർ കയറി കളിച്ചാൽ എന്താവുന്ന അറിയാലോ. ഇനിയിപ്പോ ഓർമ്മിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്.
അങ്കിൾ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഈ പ്ലെയിനെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതായത് ഈ പ്ലെയിൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഹലോ മിസ്റ്റർ, നിങ്ങൾ തോക്ക് തലകീഴായിട്ടാ പിടിച്ചിരിക്കുന്നത്. താങ്ക് യു. യു ആർ വെൽക്കം. ഒരുപാട് 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 വെൽക്കം. ഹൈജാക്കർ അങ്കിൾ, എന്റെ പഞ്ചിനെ കുറിച്ച് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ചെറിയ സുന്ദരനായ ചെറിയ ക്യൂട്ടായ ടോണിയാണ്. ഞങ്ങളും ഒരു മണ്ടന്മാരാണ്. ടോണി ബോസ് പേടി തൊണ്ടനാണ്. മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ റോങ് ആണ്. നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ ഈ ഗൺ അകത്തേക്ക് വെച്ചേക്കൂ. അത് ശരി. ഈ തോക്ക് കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടാ ചെക്ക. റൈറ്റ് ഒരിക്കലും റോങ്ങിനെ കണ്ട് പേടിക്കില്ല. കണ്ടോ, കിക്കോയുടെ കിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാനും കൂടെ ഒരു പഞ്ച് തന്നാലുണ്ടല്ലോ എന്താവെന്ന് അറിയോ? ഇത് കൊള്ളാലോ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി 2 ഫൈറ്റർ ജെറ്റ് പ്ലെയിൻ വന്നിരിക്കുന്നു. സിറ്റുവേഷൻ ഇപ്പോൾ വെരി എക്സൈറ്റിംഗ് ആണ്. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ കണ്ട ഫൈറ്റർ ജെറ്റ്സ് ഇല്ലേ, അത് ഞങ്ങളുടേതാണ്. അതിലൊരു പ്ലെയിനിൽ കമാൻഡർ ഡമറു, പിന്നെ അടുത്ത പ്ലെയിനിൽ കമാൻഡർ ഡോൾക്കി. അവരെല്ലാരും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ വന്നിരിക്കുന്നവരുടെ കളി നിങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു കൊടുക്ക. ഡമറു പിന്നെ ഡോൾക്കി. അടുത്ത 10 സെക്കൻഡിനുള്ളിൽ കിക്കോ ഞങ്ങളുടെ ഗൺസ് എല്ലാം ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ലെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഡമറു പിന്നെ ഡോൾക്കി 11ാമത്തെ സെക്കൻഡിൽ ഈ പ്ലെയിനെ മിസൈൽ അയച്ച് തകർത്ത് കളയും. ഞാനെന്തെങ്കിലും തെറ്റായി സംസാരിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ഈ പ്ലെയിനിനെ ഹൈജാക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ ലീഡർ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണം. വേഗം സൺസിറ്റി മേയറിന് ഒരു ഫോൺ ചെയ്യ്. ഞാൻ സൺസിറ്റിയുടെ മേയറാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. മേയർ സാർ, ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞങ്ങളുടെ കയ്യിൽ ഗണ്ണുണ്ട്, പിന്നെ കൂടെ 2 ഫൈറ്റർ ജെറ്റ് പ്ലെയിൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. പേടിയാവുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കൂ. എന്തിനാ നിൽക്കുന്നത്? ആരെങ്കിലും ചെന്ന് അയാളുടെ ഹാൻഡ് കപ്സ് തുറന്നു വിടൂ. എന്റെ പേര് ബാൻഡ് മാസ്റ്റർ ഗോഗോ. നിങ്ങളുടെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ജുഞ്ചുനായും ടുണ്ടുനായും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ആ ഡമറു ആൻഡ് ഡോൾക്കി, അവരും നമ്മുടെ പ്ലെയിനിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ സ്പീഡോടെ ഹെൽപ്പ് ചോദിക്കാലോ. ഇവിടെ സ്ഥലം വളരെ ചെറുതാണ്. സൂപ്പർ സ്പീഡോ ഇങ്ങോട്ട് വരുത്താൻ പറ്റില്ല. എന്റെ ദൈവമേ, എന്നുവെച്ചാ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? എന്ന് ആരാ പറഞ്ഞത്? എവിടെയാണോ കിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ട്രിക്ക് യൂസ് ചെയ്യാൻ പഠിക്കണം. ഹലോ മിസ്റ്റർ, നമ്മൾ ഇങ്ങനെ എത്ര നേരം പറഞ്ഞോണ്ടിരിക്കും? എന്തായാലും അവര് നിങ്ങളുടെ ബോസിനെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഓ, അവർക്ക് ഞങ്ങളുടെ ബോസിനെ വിടാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മേയറാണ് വാക്ക് തന്നത്. മേയർ സാർ കള്ളം പറയുന്ന കാര്യത്തിൽ സൺസിറ്റി മുഴുവനും ഫേമസ് ആണ്. വേൾഡ് ഫേമസ് ആണ്. യൂണിവേഴ്സൽ ഫേമസ് ആണ്. ഞങ്ങളോട് അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളത് എപ്പോഴോ ചെയ്ത് കഴിഞ്ഞല്ലോ.
നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ അങ്കിൾ. ടോണി ബോസ് പേടിച്ച് വിറയ്ക്കുന്നു, കൈകൂപ്പി നമസ്കരിക്കുന്നു. പ്ലെയിൻ ഒരു പക്ഷേ ബ്ലാസ്റ്റ് ആയാൽ നിങ്ങളും ചേർന്ന് മരിച്ചു പോകും. പിന്നെ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഡേഞ്ചറസ് ആയ ആൾക്കാരാണെന്ന് മേയർ അങ്കിളിനെ വിശ്വസിപ്പിക്കണം. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാ? നിങ്ങൾ പ്ലെയിനിൽ നിന്നും ആരെങ്കിലും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞേക്ക്. അത് കാണുമ്പോ അവര് പേടിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബോസിനെ റിലീസ് ചെയ്യാൻ ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. ആലോചിച്ച് നോക്കുമ്പോൾ ഈ ചെക്കൻ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നു. നീ എന്ത് പറയുന്നു ടുൺടുണ? അതെ ചുൻചുണ, പക്ഷേ ഇപ്പോൾ നമ്മൾ ആര് വലിച്ചെറിയും? ആരെങ്കിലും നിങ്ങളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ? ആരാ നിങ്ങളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തത്? എന്നാ പിന്നെ ഇവനെ തന്നെ അങ്ങ് വലിച്ചെറിഞ്ഞേക്കാം. കുറെ നേരമായി ഇവൻ ഞങ്ങളോട് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കെതിരായി ഞാൻ ഒന്നും സംസാരിക്കില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. എന്താ? നിങ്ങൾ രണ്ടാളും അവനെ വെറുക്കുന്നത് പോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഇവനോട് വെറുപ്പാണ്. അതെ, വളരെ വെറുപ്പാണ്. അവന്റെ കാര്യം വലിയ പ്രശ്നമാണെന്നേ. പുല്ലിന്റെ കളർ പച്ചയാണ്, ടോണി ബോസ് ചെല്ലുന്നിടം പ്രശ്നമാണ്. നിങ്ങൾ അവനെ വലിച്ചെറിഞ്ഞാൽ മേയറങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഗിഫ്റ്റായി മെഡൽ തരുന്നതായിരിക്കും. സിറ്റിയുടെ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കും. നിങ്ങളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കട്ടെ ചോദിക്കും. എന്നാ പിന്നെ വേറെ ആരെ വലിച്ചെറിയേണ്ടത്? നിന്റെ കിക്ക് വാങ്ങിച്ചിട്ടും അവരൊട്ടും മാറിയിട്ടില്ല. ഒരുപക്ഷെ അവര് നിന്നെ പുറത്താക്കി വലിച്ചെറിയുകയാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാരും പേടിച്ചു പോകും. അങ്ങനെ ചെയ്താൽ മേയറങ്കിൾ പേടിച്ച് ഇവരുടെ ബോസിനെ റിലീസ് ചെയ്ത് കളയും. എടാ, ഒന്ന് പതുക്കെ പറയേ. ഒരുപക്ഷെ അവരെങ്ങാനും ഇത് കേട്ടാൽ പിന്നെ അവരെന്നെ പുറത്തേക്ക് വലിച്ചെറിയും. അവരുടെ ബോസ് പെട്ടെന്ന് റിലീസ് ആവുകയും ചെയ്യും. ആദ്യം ഇവനെടുത്ത് വലിച്ചെറിയ. വേണ്ട. ചേടാ, നമ്മൾ വലിച്ചെറിയുന്നതിന് മുമ്പ് തന്നെ ഈ കീക്കോ അങ്ങ് പറന്നു പോയല്ലോ. അവൻ പേടി കൊണ്ട് ചാടിപ്പോയതായിരിക്കും. അവൻ സ്വയം സറണ്ടർ ആയിരിക്കുകയാണ്. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോക്കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, നമ്മൾ താഴേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഫോർമുല നമ്പർ 804 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. സൂപ്പർ സ്പീഡോ ഇപ്പോൾ ഫ്ലൈയിങ് കാറായി മാറിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നമ്മൾ ആദ്യം ആ 2 ഫൈറ്റർ പ്ലെയിൻസിനെയും ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. അവര് നമ്മുടെ പ്ലെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. നമ്മുടെ ബാക്ക് സൈഡിൽ എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. കീക്കോയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അത് ആലോചിക്കുമ്പോ എനിക്ക് വളരെ പേടി തോന്നുന്നു. പേടിക്കണ്ട, കീക്കോ റോങ്ങിനോട് പോരാടാനായി തീർച്ചയായിട്ടും തിരിച്ചെത്തും. സൂപ്പർ സ്പീഡോ, അവർക്ക് ഇനി ഒരിക്കലും ചാൻസ് കൊടുക്കരുത്. ഫോർമുല നമ്പർ 455 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. അറ്റാക്ക്. Fighter planes, we're not here to play games. Cause if you mess with us, then you'll burst into flames. We'll rescue our friends, using all our strength. Kiko and Speedo are here now, there's nothing to fear now. Ready Super Speedo? Right 30 degree. Straight, move left 20 degree. ഒരു മിനിറ്റ് നിക്ക് സ്പീഡോ, അവർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ. ഞങ്ങളോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവും. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു.
ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. കേസ് ഫടാഫട്ട് സോൾവ് ചെയ്യും. കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവരുടെ ആവശ്യം മാലാണ്, പക്ഷെ അത് ഗുൽമാലായാൽ. സാർ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഈ ഹൈജാക്കിന്റെ കേസിൽ നമുക്ക് ലീഡൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ താഴെയും കേസ് മുകളിലുവാ. ആകാശത്തുള്ള ഹൈജാക്കേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചാടുവോ സാറേ? വരൂ ഗോഗോ, നിങ്ങൾ ചോദിച്ച ഹെലികോപ്റ്റർ ദാ ഹെലിപാഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ദുഃഖമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ തമ്മിൽ വളരെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. കീക്കോവും സൂപ്പർ സ്പീഡോവും ചേർന്ന് ഫൈറ്റർ ജെറ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞു. വന്നിരിക്കുന്ന ഒരു ബാൻഡ് മാസ്റ്റർ. ഞാൻ എന്റെ ഓഫീസിൽ നിന്നും അനങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് നിന്റെ 2 ജെറ്റ്സും തവിട് പൊടിയായി. അവന്റെ കൈകൾക്ക് വിലങ്ങ് വയ്ക്കും, ജയിലിൽ കൊണ്ടുപോയിടൂ. പക്ഷേ സാർ, പ്ലെയിനിനുള്ളിൽ ഇപ്പോഴും 2 പേരുണ്ട്, കയ്യിൽ തോക്കുമുണ്ട്. എന്നാ പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? സൺസിറ്റിയിലെ മേയർ എന്നോട് ഇങ്ങനെ ചാലഞ്ച് ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവന്റെ കളി ഒരല്പം കൂടിപ്പോയി. ഇവൻ ഒരുപാട് കഷ്ടപ്പെടും. നീ വളരെ മോശമായ ആളാണ് ഗോഗോ ബായ്. നീ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. മമ്മി ഇങ്ങോട്ട് നോക്കൂ മേയർ, മര്യാദയ്ക്ക് എന്നെ ഹെലികോപ്റ്ററിൽ കയറ്റിയിരുത്തു. ഞാനാണ് ബാൻഡ് മാസ്റ്റർ ഗോഗോ. എന്നെ വിരോധിച്ചാൽ എന്താകുമെന്ന് അറിയാലോ? സൂപ്പർ സ്പീഡോ, ഒരല്പം താഴ്ന്നു പറക്ക്. നമ്മൾ അവരുടെ അടുത്താണെന്ന് അവരാരും അറിയരുത്. ഓക്കെ ബഡി, ഞാൻ വിങ്സിന്റെ അടുത്ത് തന്നെ കാണും. താങ്ക് യു സൂപ്പർ സ്പീഡോ. നമുക്ക് ആ ജുഞ്ചുനായും ടുണ്ടുനായും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അതിനിപ്പോ ഞാൻ ആദ്യം പ്ലെയിനിനുള്ളിൽ പോയേ പറ്റൂ. നിനക്ക് ആ പ്ലെയിനിന്റെ കൺട്രോൾ പാനലിന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ അകത്ത് പോകണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്തേ പറ്റൂ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ബഡി കിക്കോ. എക്സലന്റ് സൂപ്പർ സ്പീഡോ. ഇപ്പൊ നീ മേലോട്ട് പറന്ന് ഡോറിന്റെ അടുത്ത് ചെന്ന് നിൽക്കേ. ഫ്ലൈറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യ് സൂപ്പർ സ്പീഡോ. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. പ്ലെയിനിന്റെ ഫ്രണ്ട് സൈഡിലെ വീൽ മുഴുവനായി ജാമായി പോയിരിക്കുകയാണ്. ജെറ്റ് പ്ലെയിനിന്റെ ഏതോ ഒരു ഭാഗം വന്ന് കുടുങ്ങിയതായിരിക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യാ പൈലറ്റ് സർ? എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ ഫ്രണ്ട് സൈഡിലെ ടയർ മൂവ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്തേ പറ്റൂ, കാരണം പ്ലെയിനിന്റെ ഫ്യൂലും തീരാറായി. ഞങ്ങളിതാ പാരാഷൂട്ടിൽ പറക്കാൻ പോവാണ്. ഞങ്ങൾ പോവാണ്. ബൈ ബൈ. നിങ്ങൾ ഞങ്ങൾ 2 പിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ഡുണ്ടുനായും ജുഞ്ചുനായും ആ പറക്കുന്ന പ്ലെയിനിനകത്ത് തന്നെയുണ്ട്. കാലക്കി ഡിറ്റക്റ്റീവ് ജെറ്റ്പാട്ട്. ഹൈജാക്കേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വീണ് കിടക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ ഞങ്ങളെ പിടിച്ചു, സമ്മതിച്ചു. പക്ഷേ ആ പ്ലെയിന് ക്രാഷ് ആവാതെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതിൽ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പ്രശ്നങ്ങൾ ഗുരുതരമാണെങ്കിൽ അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയണ കള്ളന്മാരെ. സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, കിക്കോ അവിടെ ഉള്ളത് വരെ ഒരു കുട്ടിക്ക് പോലും ചെറിയ പോറൽ പോലും ഏൽക്കില്ല. സൂപ്പർ സ്പീഡോയ്ക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഉടൻ തന്നെ സൂപ്പർ സ്പീഡോയുടെ അടുത്തേക്ക് പോകണം. സൂപ്പർ സ്പീഡോ ബഡി, പ്ലെയിനിന്റെ ഒരു വശത്തെ വീൽസ് പ്രശ്നത്തിലാണ്. അത് ഉടൻ തന്നെ ശരിയാക്കണം, അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് ആയി പോകും. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമാവും. സമയം വളരെ കുറവാണ്. കിട്ടിയ സമയത്തിനുള്ളിൽ അത് ശരിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. റിപ്പയർ മോഡ് ഓൺ. പ്ലെയിൻ ഒരുപാട് താഴെ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ശരിയാക്കാൻ എത്ര സമയം വേണം സൂപ്പർ സ്പീഡോ? ഇതിലെ ഒരു ചില പാർട്സ് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അതിപ്പോ എന്റെ കയ്യിലില്ല. എല്ലാരും കുറച്ചു നേരം തല കുനിഞ്ഞിരിക്കൂ. കൈകൾ കൊണ്ട് കാത് പൊത്തിപ്പിടിച്ചോളൂ. നമ്മളിതാ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. 10, 9, 8, 7. സൂപ്പർ സ്പീഡോ, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ.
ഇപ്പോൾ എന്ത് പറയുന്നു ബാൻഡ് മാസ്റ്റർ? ഇനി നീ എന്ത് ചെയ്യും? നിന്റെ ഗാങ്ങിലുള്ള എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിനക്കിപ്പോൾ ഹെലികോപ്റ്റർ വേണമല്ലേ? പോയി ജയിലിലിരുന്ന് ബാൻഡ് വായിക്കടാ. നിന്റെ ജുഞ്ചുണ ടുണ്ടുണ എല്ലാവരെയും വിളിച്ചോണ്ട് വേഗം പോ. എടാ മണ്ടന്മാരെ, നിനക്കൊന്നും ഒരു ജോലി പോലും ശരിക്കും ചെയ്യാൻ അറിയില്ല അല്ലേ? എന്ത് ചെയ്യാനാ ബോസ്? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അവസാനം ഞങ്ങൾ തന്നെ കുടുങ്ങിപ്പോയി. നിങ്ങളൊക്കെ ശരിക്കും വേസ്റ്റ് ആണ്. ഞാൻ ഒരിക്കൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അകത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. അല്ല ഗോഗോ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റ് ചെയ്തവർ ഉണ്ടാവേണ്ട സ്ഥലം ജയിലാണ്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.